ഇന്ത്യയുടെ ഹണിമൂൺ സിറ്റിയും ഭൂമിയുടെ സ്വർഗമെന്ന് വിശേഷിക്കപ്പെടുന്ന കാശ്മീരിൻ്റെ കവാടത്തിലേക്കുമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പ്രളയമേൽപ്പിച്ച പ്രഹരത്തെ അതിജീവിച്ച് തൻ്റെ ഭംഗി വീണ്ടെടുക്കുന്ന മണാലിയിലെ ചെറിയ ചെറിയ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി യാത്ര തിരിക്കാം. അങ്ങനെ നമ്മൾ മണാലിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യമേ തന്നെ ബാഗുകളും സാധനങ്ങളും ഒക്കെ നമ്മുടെ സ്റ്റേ ചെയ്യുന്നിടത്ത് വെച്ചിട്ടാവാം ഇനിയുള്ള യാത്ര. തണുപ്പിനെ അതിജീവിക്കുന്നതിനായി കൂടുതലായും തടികൾ കൊണ്ടുള്ള വീടുകളാണ് ഇവിടെ കാണപ്പെട്ടത്. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ, ദ ലാസ്റ്റ് കഫേ. ഈ രണ്ട് മലനിരകൾക്കിടയിലെ താഴ്വരയിലെ പുൽക്കൊടികളെയൊക്കെ തഴുകി അകലുന്ന കൊച്ചു പുഴ, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ്. ഇവിടെ എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ഇവിടുത്തെ ഹട്ടുകളും ചെറിയ ടെൻറ്റുകളുമാണ്. ഹട്ട് ഒന്നിന് 2000 രൂപയും ടെൻറ്റുകൾക്ക് 1000 രൂപയുമാണ് ഇവിടെ ഈടാക്കുന്നത്. ഫാമിലിയായി വരുന്നവർക്ക് ഹട്ടുകളും അല്പസ്വല്പം അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ടെൻറ്റുകളും ആസ്വദിക്കാം. ഞാൻ ടെൻറ്റാണ് ബുക്ക് ചെയ്തത്. ഈ ഒരു തണുപ്പിൻ്റെ അഗാധതയിൽ ഈ പുഴക്കരയിൽ നിന്നൊരു ചായ കുടിച്ച് ഞങ്ങൾ റോത്തങ് പാസിലേക്ക് യാത്ര തിരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 13,058 ഫീറ്റ് ഉയരത്തിലാണ് റോത്തങ് പാസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏകദേശം നവംബർ 10 അടയ്ക്കുകയാണ് പതിവ്. പിന്നീട് മെയ് 20 തുറക്കുകയും ചെയ്യും. സഞ്ചാരികളുടെയും ബൈക്ക് റൈഡേഴ്സിൻ്റെയും ഇഷ്ട വിഭവമാണ് റോത്തങ് പാസ്. മഞ്ഞിൻ്റെ പറുദീസ, മഞ്ഞൊഴുകുന്ന റോത്തങ് പാസ്, അപകടങ്ങൾ പതിയിരിക്കുന്ന റോത്തങ് പാസ്. റോത്തങ് പാസ് ഒരുപക്ഷെ കാശ്മീരിൻ്റെ കവാടമാണ്, ഭൂമിയിലെ സ്വർഗമെന്ന് വേണമെങ്കിൽ പറയാം. ഇതിനുശേഷം നമുക്ക് ജോഗിനി ഫോൾസും ഹാഡിംബ ടെമ്പിളും കാണേണ്ടതുകൊണ്ട് മലയിറങ്ങുകയാണ് നമ്മൾ. എല്ലാ ഭൂപ്രകൃതിയും അനുനയിപ്പിച്ചിട്ടുള്ള ഈ ഒരു ഭംഗിയാകാം ഒരുപക്ഷെ റോത്തങ് പാസിനെ സഞ്ചാരികൾക്കും റൈഡേഴ്സിനും ഏറ്റവും പ്രിയപ്പെട്ടതാക്കിയത്. നിങ്ങൾക്ക് ഈ ഒരു യാത്രയിൽ ഈ ഒരു വഴികളിൽ മഞ്ഞും മണലും വെള്ളച്ചാട്ടവും എല്ലാം കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ റൈഡേഴ്സ് എപ്പോഴും വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഇടം കൂടിയാണ് റോത്തങ് പാസ്. നിങ്ങളും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഈ ഒരു യാത്ര ചെയ്തിരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. റോത്തങ് പാസ് കണ്ടിറങ്ങുന്ന സഞ്ചാരികളെ മണാലിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കാത്തു നിൽക്കുന്ന അടൽ ടണൽ. അടുത്തതായി അടൽ ടണലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏകദേശം 9 കിലോമീറ്ററോളം രണ്ട് മലകളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന കൂട്ടിയിണക്കുന്ന എഞ്ചിനീയറിംഗ് അതിവൈദഗ്ധ്യം നിങ്ങൾക്കിവിടെ കാണാം.
ദേവദാരു മരങ്ങൾക്കിടയിലായി കരിങ്കൽ പാകിയ ഇടവഴികൾ കൊണ്ടെത്തിക്കുക AD 1553 പണി കഴിപ്പിച്ച ഹിഡിംബ ക്ഷേത്രത്തിലേക്കാണ്. ഹിഡിംബയിലേക്കുള്ള വഴികളിലായി മുയലുകളെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുപ്പിക്കാനും യാക്കുകളെ പോലുള്ള മൃഗങ്ങളുടെ പുറത്തിരുത്തി ഫോട്ടോ എടുപ്പിക്കാനും ഇവിടുത്തെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. മഹാഭാരതത്തിലെ ഇതിഹാസ കഥാപാത്രമായ പഞ്ചപാണ്ഡവരിലെ ഭീമൻ്റെ പത്നിയാണ് ഹിഡിംബി. തൻ്റെ സഹോദരനും ശക്തനുമായ ഹിഡിംബനും അവിടെ താമസിക്കവേ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി ശക്തി തെളിയിക്കുന്നവർക്ക് മാത്രമേ തന്നെ സ്വയംവരം ചെയ്യാൻ അവസരം നൽകൂ എന്നതായിരുന്നു ഹിഡിംബയുടെ വാശി. ഈ തീരുമാനം പഞ്ചപാണ്ഡവർ മണാലി സന്ദർശന വേളയിൽ അറിയുകയും ഹിഡിംബനെ പരാജയപ്പെടുത്തി ഹിഡിംബിയെ വിവാഹം കഴിക്കുകയും ചെയ്യുകയായിരുന്നു. പ്രധാന കവാടത്തിലെ കൊത്തുപണികൾ ദുർഗാദേവിയുടെ പ്രമേയത്തിലാണ് തീർത്തിരിക്കുന്നത്. മൃഗങ്ങളുടെയും മറ്റും തലയോട്ടികൾ, ഹോളി ഡിസൈനുകൾ, ശ്രീകൃഷ്ണ ജീവിതത്തിലെ ചില ഡിസൈനുകൾ, നവഗ്രഹങ്ങൾ എന്നിവ ചിത്രീകരിച്ചിട്ടുണ്ട്. 24 മീറ്റർ ഉയരമുള്ള ഈ ക്ഷേത്രം തടിയിലും ഓരോ ചതുരശ്ര മീറ്ററിലെ 3 ഗോപുരങ്ങളും പിച്ചലയാളുള്ള 4ാമത്തെ ഗോപുരവും ഭംഗിയേകുന്നു. കുമ്മായത്താലും ചെളിയാലും കൊണ്ട് പൊതിഞ്ഞ കല്ലുകൾ കൊണ്ടാണ് ഇവിടുത്തെ അടിത്തറകളൊക്കെ പാകിയിട്ടുള്ളത്. മെയ് മാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം കൊടിയേറുക. ഹിഡിംബയ്ക്ക് ശേഷം അടുത്തതായി നമ്മളെ കാത്തിരുന്നത് ജോഗിനി വാട്ടർഫോളാണ്. 4 കിലോമീറ്ററോളം ട്രെക്കിംഗ് ചെയ്ത് ഇവിടെ എത്തി.